ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഫ്രൈഡ് ഗ്രീൻ പീസ് ആണ്. മിക്ക ആൾക്കാരും ഇത് ഷോപ്പിൽ നിന്നുമാണ് വാങ്ങാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കാം. പിന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഉണങ്ങിയ ഗ്രീൻ പീസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഗ്രീൻ പീസ് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. 8 മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വയ്ക്കണം. ഓവർനൈറ്റ് കുതിർത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഗ്രീൻ പീസ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ നല്ലോണം ഊറ്റിയെടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഗ്രീൻ പീസിൽ കുറച്ചൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും. അതുകൂടെ നമ്മൾ കളഞ്ഞെടുക്കണം. അതിനായിട്ട് ഒരു കോട്ടൺ തുണിയിലേക്ക് നമുക്ക് ഈ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഗ്രീൻ പീസിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. കുറച്ച് സമയം ഇതുപോലൊരു തുണിയിൽ ഇട്ട് വയ്ക്കാം. ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചാൽ നല്ലത്. അല്ലെങ്കിൽ നന്നായിട്ട് ഇത് തുടച്ചിട്ട് ഇതിലെ എല്ലാ വെള്ളത്തിൻ്റെ അംശവും കളഞ്ഞെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഓയിലിടുമ്പോൾ നന്നായി എണ്ണ പുറത്തേക്ക് തെറിക്കും. അതുകൊണ്ടാണ് ഇത് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഈ ഗ്രീൻ പീസ് നല്ലവണ്ണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അതിനു മുൻപേ കുറച്ച് കറിവേപ്പില നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഗ്രീൻ പീസിന് കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അത് നല്ല രസമായിരിക്കും. ഈ കറിവേപ്പില നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. നീളമുള്ള തവി ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അഥവാ ഓയിൽ പുറത്തേക്കെങ്ങാനും തെറിച്ചാൽ നമ്മുടെ കയ്യിലാവില്ല. ഗ്രീൻ പീസ് ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരടപ്പ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കാം. അങ്ങനെ ആവുമ്പോൾ ഓയിൽ പുറത്തേക്ക് തെറിക്കുന്നത് തടയുന്നത്. ഗ്രീൻ പീസിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നന്നായി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഓയിൽ അങ്ങനെ പൊട്ടി വരില്ല. അപ്പോൾ ഈ ഒരു കാര്യം നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഈ അടപ്പ് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാവും. ഗ്രീൻ പീസ് ഫ്രൈ ആയി വന്നാൽ ഇതുപോലെ ഓയിൽ നിന്ന് ഇളക്കുമ്പോൾ വേറെ തന്നെ ഒരു സൗണ്ട് ഉണ്ടാവും. അത് നമുക്ക് ഇളക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സൗണ്ട് വരുന്നത് വരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതുകൂടാതെ ഈ ഗ്രീൻ പീസിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗ്രീൻ പീസ് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റാം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാലകൾ ചേർക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഫ്രൈ ചെയ്ത് വെച്ച ഗ്രീൻ പീസിലേക്ക് ചൂടോടെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ഗ്രീൻ പീസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.